ഹലോ, ഞാൻ ഡോക്ടർ ബിസ്ന ബഡേരി. കുറെ കുട്ടികളായി ഇപ്പൊ ചോദിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ എങ്ങനെയാണ് MBBS പഠിക്കാൻ, എന്താണ് അവിടുത്തെ സാധ്യതകൾ എന്നൊക്കെ. അപ്പം ഇന്ന് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ എങ്ങനെയാണ് MBBS പഠിക്കുന്നത്, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓവർവ്യൂ ഓഫ് എങ്ങനെയാണ് MBBS ഇൻ ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അവിടുത്തെ എൻട്രി റിക്വയർമെന്റ്സ് എങ്ങനെയാണ്, പിന്നെ യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റും, NMC ഗൈഡ് ലൈൻസ് എന്താണ്, ഇതെല്ലാം ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് ഇൻ ടു ഇറ്റ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ടൂറിസ്റ്റ് ഇഷ്ടം പോലെ പോകുന്ന ഒരു കൺട്രി കൂടിയാണ്. ആൻഡ് വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ത്യന്റെ അടുത്ത് തന്നെയുള്ള ഒരു കൺട്രി കൂടിയാണ്. മീൻസ് ലൈക്ക് വെറും ഡൽഹിയിൽ നിന്നൊക്കെ ഒരു ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ 3 hours കൊണ്ട് തന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ എത്താനും പറ്റും. റഷ്യയുടെ അടുത്തുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ 3.5 കോടിയോളം ജനങ്ങളുടെ പോപ്പുലേഷൻ കൂടി അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കുട്ടികൾക്ക് MBBS പഠിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുകയും ചെയ്യും. ഉസ്ബെക്കിസ്ഥാനിലെ കറൻസി ഉസ്ബെക്കിസ്ഥാൻ സോമാണ്. അതായത് കമ്പയർഡ് ടു നമ്മുടെ ഇന്ത്യൻ റുപ്പി കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ലിവിങ് എക്സ്പെൻസസ് ഒക്കെ ഭയങ്കര ലോ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിലെ MBBSന്റെ ഫീസിന്റെ ബഡ്ജറ്റും ലോ ആവുന്നത്. ഒരു ഉസ്ബെക്കിസ്ഥാനി സോം എന്ന് പറയുന്നത് 0.0072 ഇന്ത്യൻ റുപ്പിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, ഒരു 100 റുപ്പീസ് ഉണ്ടെങ്കിൽ എത്ര ഉസ്ബെക്കിസ്ഥാനി സോം കിട്ടുമെന്നുള്ളത്. അവിടെ ഫുഡ് ഐറ്റംസ് ആവട്ടെ, ഇനി ഗാഡ്ജറ്റ്സ് ആവട്ടെ, എല്ലാത്തിനും റേറ്റ്സ് നമ്മുടെ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. അപ്പം ക്ലൈമറ്റിക് കണ്ടീഷൻസ് സിമിലർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്മുടെ അസുഖങ്ങളുടെ പാറ്റേൺ അതും തന്നെ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവും, ലൈക്ക് കമ്പയർഡ് ടു ഇന്ത്യ. ഇനി അടുത്തത് നമ്മൾ NMC ഗൈഡ് ലൈൻസിനെ പറ്റി നോക്കാം. 18 November 2021 NMC certain rules and regulations കൊണ്ടുവന്നു for a Indian student to study foreign MBBS. അപ്പം അതെന്താന്നുള്ളത് ലെറ്റ്സ് ജസ്റ്റ് സീ. MBBS in Uzbekistan follows all the NMC guidelines put up by India. First point NMC പറഞ്ഞിട്ടുള്ളത് is മിനിമം കോഴ്സ് ഡ്യൂറേഷൻ. ഇന്ത്യയിൽ 4.5 years ആണ്, 1 year ഇന്റേൺഷിപ്പ് ആണ്. സെയിം തിങ് ഉസ്ബെക്കിസ്ഥാനിൽ 5 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ, 1 year ആണ് ഇന്റേൺഷിപ്പ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് നീഡ് ഇസ് ഫുൾ കോഴ്സ് ഇംഗ്ലീഷ് മീഡിയമിൽ ആവണം എന്നുള്ളത്. ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിപ്പിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും, ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇംഗ്ലീഷിലാണ് കോഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് കുട്ടികൾ, അതായത് നമ്മുടെ സ്റ്റുഡൻസ് അവിടെ എങ്ങനെയാണ് അവിടുത്തെ ലോക്കലൈറ്റ്സിനായിട്ട് സംസാരിക്കുന്നത്, അവരായിട്ട് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഉസ്ബെക്കിസ്ഥാനിലെ 2 ലാംഗ്വേജസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഒന്ന് റഷ്യനോ ആണ്, ഒന്ന് ഉസ്ബെക്കിയോ ആണ്. കുറേ ആൾക്കാർ ഇപ്പോഴും റഷ്യൻ അവിടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സ്റ്റുഡൻസിന്റെ എല്ലാ ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും എവറിത്തിങ് ആൻഡ് ക്ലാസ് മെറ്റീരിയൽസ് ആണെങ്കിലും എവറിത്തിങ് ഇംഗ്ലീഷിലാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഫസ്റ്റ് ഇയർ മുതൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കുറേശ്ശെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. മീൻസ് ബേസിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണത്. തേർഡ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഏതാണോ നിങ്ങൾ പഠിക്കുന്നത് അത് WHO ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റി ആവണം. അപ്പം വി അറ്റ് UK കോളിംഗ് സ്റ്റഡി അബ്രോഡ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്ന കാര്യം ഇസ് ദാറ്റ് വിച്ച് എവർ യൂണിവേഴ്സിറ്റി നമ്മുടെ സ്റ്റുഡൻസ് പോകുന്നത് അത് ഫുള്ളി WHO ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസ് ആവണം എന്നുള്ളത്. ഇനി അടുത്തൊരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ദ ലൈസൻസ് ടു പ്രാക്ടീസ്. നിങ്ങൾ ഏത് കൺട്രിയിലാണോ പഠിക്കാൻ പോകുന്നത് ആ കൺട്രിയുടെ ലൈസൻസ് ടു പ്രാക്ടീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ഓഫ് ദ NMC. അപ്പം വെൻ യു ചൂസ് സ്റ്റഡി MBBS ഇൻ ഉസ്ബെക്കിസ്ഥാൻ യു ഡയറക്ട്ലി ഗെറ്റ് എ ലൈസൻസ് ടു വർക്ക്. അപ്പം ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് നിങ്ങൾക്ക് എക്സാംസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ ആഫ്റ്റർ യുവർ കോഴ്സ് ടു ഗെറ്റ് ദിസ് ലൈസൻസ് ടു വർക്ക്? ഇല്ല, ഇവിടെ ആഫ്റ്റർ യുവർ 6 years ഓഫ് കോഴ്സ് യു ഡയറക്ട്ലി ഗെറ്റ് എ ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. അപ്പം ഇതൊരു ഭയങ്കര ഒരു ഹൈലൈറ്റും ഭയങ്കര ഒരു അട്രാക്ഷനുമാണ് ഉസ്ബെക്കിസ്ഥാനെ പറ്റിയിട്ട്. അതായത് ഒരു എഫേർട്ടും ഇല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എക്സാംസ് കൊടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ആ കൺട്രിയുടെ ലൈസൻസ് ടു പ്രാക്ടീസ് കിട്ടുന്നതും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇനി ഇന്ത്യയിലെ എക്സാംസ് എഴുതി യു ക്യാൻ ഗെറ്റ് യുവർ ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഓൾസോ. അപ്പം ഇനിയിപ്പം ഗൈഡ് ലൈൻസ് എല്ലാതും ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഡോണ്ട് വറി,
ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഞാൻ അത് നേരത്തെ പറഞ്ഞും ചെയ്തു. അപ്പം നമുക്ക് ഒരു ഫീസിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ഡിപ്പെൻഡ് ചെയ്യും. ട്യൂഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 16 lakh മുതൽ 20 lakhs യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 25 lakhs ഉള്ളിൽ ട്യൂഷൻ ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി, മേ ബി 16 or 20 or 25. വെരി പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റിൽ യു ക്യാൻ ഫിനിഷ് യുവർ MBBS പ്രോഗ്രാം. ഇനി അടുത്തൊരു എക്സ്പെൻസ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് ആണ്. അത് ഒരു സ്റ്റുഡന്റിന് മന്ത്ലി എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10,000 to 12,000 റേഞ്ചിലാണ് ഇൻക്ലൂഡിങ് യുവർ ഹോസ്റ്റൽ ആൻഡ് യുവർ ഫുഡ് എക്സ്പെൻസസ് വരുന്നത്. ഇനി അവിടുത്തെ വെക്കേഷൻസ് അവർക്ക് 2 months വെക്കേഷൻസ് ആണ് കിട്ടുന്നത്. അത് യൂഷ്വലി സമ്മർ വെക്കേഷൻസ് ആയിരിക്കും ഡ്യൂറിങ് ദ ജൂലൈ ആൻഡ് ദ ഓഗസ്റ്റ് മന്ത്. അതിൽ ആ ടൈമിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം, ഓറൽസ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു 2 months വെക്കേഷൻ ആഘോഷിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദാറ്റ്സ് ഫുള്ളി അപ് ടു യു. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും കുറേ ഫാർ ആയിട്ടുള്ള ഒരു കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി നോക്കുന്നത് ഇന്ത്യയുടെ അടുത്തുള്ള ഒരു കൺട്രി, പിന്നെ NMC ഗൈഡ് ലൈൻസ് ഫുള്ളി പാലിക്കുന്ന ഒരു കൺട്രി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയായിട്ടുള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ഇസ് റിയലി എ വെരി ഗുഡ് ചോയ്സ് ഫോർ യു. 3 ക്യാമ്പസിന്റെ ഉള്ളത് ടെർമസ് ക്യാമ്പസ്, അർജൻജ് ക്യാമ്പസ് ആൻഡ് ചിർച്ചിക് ക്യാമ്പസ്. വേറെയും യൂണിവേഴ്സിറ്റീസ് ഉള്ളത് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ബുഖാറ ഉണ്ട്, ഫറാന ഉണ്ട്, ആന്റിജൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം ഇത്രയും കുറേ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസും ഉസ്ബെക്കിസ്ഥാനിലുണ്ട്. അപ്പം ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് MBBS പഠിക്കാൻ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഉസ്ബെക്കിസ്ഥാന്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കണമെങ്കിൽ ഓർ ഇനി ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ ഡു കോൺടാക്ട് us. We at UK Calling Study Abroad is here to help you out. Thank you.